എളുപ്പമുള്ള ചോദ്യമാണ് കേട്ടോ. സെക്കൻഡുകൾ മതി ഉത്തരം കണ്ടുപിടിക്കാൻ. തുടർച്ചയായ 6 എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ് തന്നിട്ടുള്ളത്? 303. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന തുകയെ തന്നിരിക്കുന്ന നമ്പറിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഇതിന്റെ ശരാശരി കണ്ടുപിടിക്കുക. 303 നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അറിയാവുന്നവരാണെങ്കിൽ പെട്ടെന്ന് അതിന്റെ ആൻസർ എടുത്ത് എഴുതി ബാക്കി ചെയ്താൽ മതി. അറിയാത്തവർ ഇതുപോലെ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുക. 3 പോവില്ല, 30 5 പ്രാവശ്യം പോവും. 5 6 30. അത് കഴിഞ്ഞ് ശിഷ്ടം 3 ഉണ്ടാവും. ബാക്കി 3 നമ്മൾ ഇറക്കിയിടുന്നു. 3 6 പോവില്ല, അതുകൊണ്ട് നമ്മൾ 0 ഇടുന്നു. അതിനുശേഷം 0 × 6 0 കിട്ടുന്നു. 3 ഇവിടെ ഇടുന്നു. നമ്മളിവിടെ ഒരു പോയിന്റ് ഇടുന്നു. 0 ഇടുന്നു. 0 ഇങ്ങോട്ട് ഇറക്കിയിടുന്നു. ഇവിടെയും ഒരു പോയിന്റ് ഇടുന്നു. 30 6 5 പ്രാവശ്യം പോവും. അപ്പോൾ നമുക്ക് ഇതിന്റെ ഉത്തരം 50.5 എന്ന് കിട്ടും. ഞാൻ ബാക്കി ചെയ്യാനിട്ടാണ്. 5 6 30 കഴിഞ്ഞ് ഇവിടെ ശിഷ്ടം കിട്ടുന്നുണ്ട് കേട്ടാ. അപ്പൊ 50.5 ആണ് 303 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത്. അതായത് നമ്മുടെ ഈ സംഖ്യകളുടെ ശരാശരി. ഇനി നമുക്ക് തന്നിരിക്കുന്ന 6 നമ്പർ അല്ലേ, 1 2 3 4 5 6. കൃത്യം ഈ സംഖ്യകളുടെ നടുവിൽ വരുന്ന സംഖ്യ ആയിരിക്കും ഈ ശരാശരി എന്ന് പറയുന്നത്. നടുവിൽ വരുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ ഈ 3ന്റെയും 4ന്റെയും ഇടയിൽ വരുന്ന സംഖ്യ ആയിരിക്കും 50.5 എന്ന് പറയുന്നത്. അപ്പൊ എണ്ണൽ സംഖ്യകളാണല്ലോ ഇവിടെ തന്നത്. എണ്ണൽ സംഖ്യകളാണെങ്കിൽ തന്നതെങ്കിൽ 4ാമത്തെ സംഖ്യ 51 ആയിരിക്കും, 3ാമത്തെ സംഖ്യ 50 ആയിരിക്കും. അതിന്റെ ഇടയിൽ വരുന്നതാണല്ലോ 50.5. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും ചെറിയ സംഖ്യ അല്ലേ, തുടർച്ചയായ എണ്ണൽ സംഖ്യകളല്ലേ തന്നത്. അപ്പോൾ 50ന്റെ മുമ്പ് 49, അത് കഴിഞ്ഞാൽ 48, പിന്നെ ഇവിടേക്ക് വരുന്നത് 52ഉം 53ഉം ആണല്ലോ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ 1ാമത്തെ സംഖ്യ, അതായത് 48. ഓപ്ഷനിൽ അതുണ്ടോ? ഓപ്ഷനിൽ ബി ആണ് നമ്മുടെ ഉത്തരം.